വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തകരുമായി എത്തിയ വാഹനങ്ങൾക്ക് പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത മേഖലയിലെത്തിയത്. ദുരന്ത വാർത്തയറിഞ്ഞ് കിട്ടുന്ന വാഹനങ്ങളിൽ കയറിയാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ദുരന്തഭൂമിയിൽ എത്തിയിരുന്നത്. വാഹനങ്ങളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണം പോലും നോക്കാതെ ഡ്രൈവർമാരും രക്ഷാപ്രവർത്തകരെ ദുരന്തഭൂമിയിലേക്ക് എത്തിച്ചു. ടിപ്പർ ലോറികൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു. എന്നാൽ വാഹനോടമകൾക്കെല്ലാം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ചുമതലപ്പെടുത്തിയ വാഹനങ്ങൾക്ക് പോലും ഇത്തരത്തിൽ നോട്ടീസ് വരുന്നുണ്ട്. അനുവദനീയമായതിൽ കൂടുതൽ പേരെ കയറ്റിയതും ലോറികളും മറ്റും ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചതിനുമാണ് പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുരിതാശ്വാസ ധനസഹായത്തിൽ നിന്നും ലോൺ അടവുകൾ പിടിച്ച ബാങ്കിന്റെ നടപടിക്ക് പിന്നാലെയാണിപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വാഹന ഉടമകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് പണി കൊടുക്കുന്നത്. മേപ്പാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും AI ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടവർക്കാണ് നോട്ടീസ് ലഭിക്കുന്നത്. 2000 മുതൽ 10,000 രൂപ വരെ പിഴയടയ്ക്കാനാണ് പലരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരേ വാഹനം തന്നെ ദുരന്തം നടന്ന ദിവസം മുതൽ കുറഞ്ഞത് 15 ദിവസമെങ്കിലും പലവട്ടം സന്നദ്ധ പ്രവർത്തകരുമായി ക്യാമറയുടെ മുന്നിലൂടെ പോയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇനി എത്ര തവണ പിഴ നോട്ടീസ് ലഭിക്കുമെന്ന ആശങ്കയിലാണിവർ. ദുരന്തബാധിതരും നോട്ടീസ് ലഭിച്ച കൂട്ടത്തിലുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന വാഹനങ്ങളെ പിഴയിടുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രിയോട് സന്നദ്ധ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് മന്ത്രി ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പെല്ലാം ഇപ്പോൾ പാഴ്വാക്കായെന്നാണ് വാഹനോടമകൾ പറയുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തിയത് പ്രകാരം നിരവധി ടാക്സി ജീപ്പുകളും ടിപ്പർ ലോറികളും ദുരന്ത മേഖലയിൽ സർവീസ് നടത്തിയിരുന്നു. ഇവർക്ക് പോലും നോട്ടീസ് ലഭിക്കുന്നുണ്ട്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് വാഹന ഉടമകളുടെ ആവശ്യം.